Hello everyone, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. With God's grace, we do have the latest Samsung Galaxy S26 Ultra and ഇത് നമ്മുടെ കൊബാൾട്ട് വൈറ്റ് എന്നുള്ള കളറാണ് എൻ്റെ ഇപ്പോൾ ഇരിക്കുന്നത്. And we are going to compare right against the Samsung Galaxy S25 Ultra. First of all, നമുക്ക് ബിൽഡ് ആൻഡ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം. സോ രണ്ടിൻ്റെ ഡിസ്പ്ലേ വരുന്നത് കോണിംഗ് ഗോറില്ല ഗ്ലാസ് ആർമർ 2ന്റെ പ്രൊട്ടക്ഷനും ആൻഡ് ദ റിയർ വരുന്നത് കോണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷനാണ്. ഡിസൈൻ വൈസ് ഇതിന്റെ ആ ക്യാമറ മൊഡ്യൂളിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. യു ക്യാൻ സി. സോ നമ്മുടെ ഗാലക്സി S25 അൾട്ര ജസ്റ്റ് ഒരു റിങ് ആണെങ്കിൽ ഇതൊരു ഐലൻഡ് ആണ് നമ്മുടെ ഗാലക്സി S26 അൾട്രയിൽ. ആൻഡ് ഐലൻഡിനകത്ത് ചെറിയ രീതിയിൽ ഏതാണോ ഫോണിന്റെ കളർ അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ചെറിയ റിങ് വെച്ചിട്ടാണ് ഗാലക്സി S26 അൾട്ര വരുന്നത്. ബ്ലാക്ക് റിങ്സിനേക്കാളും ഈ ഒരു ഐലൻഡ് കൈൻഡ് ഓഫ് ലുക്കാണ് കുറച്ചും കൂടെ ലുക്ക്. ദാറ്റ്സ് പ്യൂർലി സബ്ജക്റ്റീവ് ആണ്. ഇപ്പോൾ S24 അൾട്രയൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ കുറേ നേരം ഫോൺ ഉണ്ടല്ലോ കൈ പിടിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഒരു ഇംപ്രഷൻ വരും, കാരണം അത് നല്ല ബോക്സ് ഡിസൈൻ ഷാർപ്പ് എഡ്ജസും ആയത് കാരണം. പക്ഷേ S25 അൾട്രയായിട്ട് വന്നപ്പോൾ കുറച്ച് റൗണ്ട് ആക്കി കാരണം അത്ര ഡിസ്കംഫോർട്ട് ഇല്ല, ബട്ട് കുറച്ചും കൂടെ ഒരു ഇമ്പ്രൂവ്മെന്റ് വന്നെങ്കിലോ യെസ്, അതാണ് നമ്മുടെ ഗാലക്സി S26 അൾട്രയിൽ കുറച്ചും കൂടെ പ്യുവർ റൗണ്ടഡ് നല്ല റൗണ്ടഡ് ആക്കിയിട്ടുണ്ട്. സോ അത് കാരണം കുറച്ചും കൂടെ പിടിക്കുമ്പോൾ നല്ലൊരു ഇൻഹാൻഡ് ഫീലും അതുപോലെ തന്നെ ആ ഒരു ഒട്ടും പെയിൻലെസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് കണ്ടോ നല്ല രീതിയിൽ റൗണ്ടഡ് ആക്കിയിട്ടുണ്ട് എല്ലാ കോർണേഴ്സും. സോ ദാറ്റ്സ് നൈസ് തിങ്. S25 അൾട്രയിൽ ഉണ്ടായിരുന്ന ടൈറ്റാനിയം ഗ്രേഡ് 5 അവർ കമ്മിങ് ബാക്ക് ടു ആർമർ അലുമിനിയം 2 ഫ്രെയിമിട്ട് വന്നിട്ടുണ്ട്. സോ അതിന് ഫ്യൂ റീസൺസ് അവർ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമത് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. 25 അൾട്ര 218 ആയിരുന്നെങ്കിൽ ഇതിപ്പോൾ 214 ഗ്രാം വെയിറ്റ് വരുന്നുള്ളൂ. അതുപോലെ തിക്നെസ് ഗാലക്സി S25 അൾട്ര 8.2 mm ആയിരുന്നെങ്കിൽ നമ്മുടെ ഗാലക്സി S26 അൾട്ര തിന്നസ്റ്റ് അൾട്ര എവർ 7.9 mm നമ്മുടെ ഗാലക്സി S26 അൾട്ര. ടൈറ്റാനിയം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അലുമിനിയം ഫ്രെയിം ആണെങ്കിൽ കുറച്ചും കൂടെ ഹീറ്റ് ഡിസിപ്പേഷൻ ഫാസ്റ്റർ ആയിരിക്കും. പിന്നെ കളേഴ്സിന് വരുന്ന നോക്കുകയാണെങ്കിൽ ഗാലക്സി S26 അൾട്രയുടെ കൊബാൾട്ട് വൈറ്റ് ആണ് ഈ കളർ. ഇത് കൂടാതെ നമ്മുടെ പെയിൽ സ്കൈയുടെ ബ്ലൂ കളറുള്ള സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞ കളർ, പിന്നെ വൈറ്റ് ബ്ലാക്ക്, പിന്നെ ഓൺലൈൻ എക്സ്ക്ലൂസീവ് ദാറ്റ് മീൻസ് Samsung.com എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സിൽവർ ഷാഡോയും അതുപോലെ തന്നെ പിങ്ക് ഗോൾഡ് എന്നുള്ള കളറും ഉണ്ട്. നെക്സ്റ്റ് ഡിസ്പ്ലേസ് 6.9 ഇഞ്ച് ഡിസ്പ്ലേ രണ്ടുപേർക്കും വരുന്നത് ഡൈനാമിക് ആമോലെഡ് 2x ഡിസ്പ്ലേ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ക്വാഡ് HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 2600 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസും വരുന്നുണ്ട്. പിന്നെ നമ്മൾ QHD+ ഇട്ട് സ്ക്രീൻ റെസൊല്യൂഷൻ സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്കും അഡ്വാൻസ്ഡ് പ്രോ സ്കെയിൽ ഒരു മോഡ് ആക്ടിവേറ്റ് ആവും. അപ്പോൾ നമ്മുടെ കളേഴ്സ് ഒക്കെ ഉണ്ടല്ലോ കുറച്ചും കൂടെ ക്ലിയറും കുറച്ചും കൂടെ റിച്ചർ കളേഴ്സ് ഒക്കെ വരും. അതുപോലെ തന്നെ നമുക്ക് ഈ തവണ S25 അൾട്രയിലെ 8 ബിറ്റ് കളേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇവിടെ 10 ബിറ്റ് കളേഴ്സാണ് നമ്മുടെ ഗാലക്സി S26 അൾട്രയിൽ വരുന്നത്. സോ 8 ബിറ്റ് ആയത് കാരണം കുറച്ച് കളർ ബാൻഡിങ് ഉണ്ടായിരുന്നു നമ്മുടെ ഗാലക്സി S25 അൾട്രയിൽ. പക്ഷേ S26 അൾട്ര 10 ബിറ്റ് ആയത് കാരണം കുറച്ചും കൂടെ നാച്ചുറലും സട്ടിലും അതേപോലെ തന്നെ സ്മൂത്തർ ഗ്രേഡിയൻസ് സ്കൈ ഒക്കെ കുറച്ചും കൂടെ വൈബ്രന്റും അതായത് ഷാഡോസ് ഒക്കെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമ്മുടെ ഗാലക്സി S26 അൾട്രയിൽ കിട്ടും. ദ ടോക്ക് ഓഫ് ദ ടൗൺ ദാറ്റ്സ് ദ പ്രൈവസി ഡിസ്പ്ലേ ആണ് നമ്മുടെ ഗാലക്സി S26 അൾട്രയിലെ. സോ ലെറ്റ് മീ ഷോ യു എക്സാമ്പിൾ. സോ യു ക്യാൻ സി നമുക്ക് ടേൺ ഓൺ പ്രൈവസി ഡിസ്പ്ലേ എന്ന ഓപ്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് ടേൺ ഓൺ ചെയ്തു. അതിൻ്റെ താഴെ മാക്സിമം പ്രൊട്ടക്ഷൻ ഉണ്ട്, അത് രണ്ടും ടേൺ ഓൺ ചെയ്തു. ആൻഡ് യു ക്യാൻ സി നൗ കേട്ടോ completely gone dark and you can see. So അതാണ് പ്രൈവസി ഡിസ്പ്ലേ. സോ നമ്മുടെ ഈ വ്യൂയിങ് ആംഗിൾ കറക്റ്റ് ഇങ്ങനെ നോക്കിയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു വ്യൂയിങ് ആംഗിൾ കിട്ടത്തുള്ളൂ. സോ ഈവൺ ഈ ഫ്രം ദിസ് സൈഡ് ഇങ്ങനെ അതുപോലെ തന്നെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി ഡാർക്ക് ആയിരിക്കും ഡിസ്പ്ലേ. ദാറ്റ്സ് ജസ്റ്റ് സിംപ്ലി പറയുകയാണെങ്കിൽ അതാണ് ഒരു ബ്ലാക്ക് മെട്രിക്സ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ദാറ്റ് മീൻസ് വൈഡർ പിക്സൽസിനെ കുറച്ചും കൂടെ നാരോ ചെയ്ത്. അപ്പോൾ ഹാർഡ്വെയർ ലെവൽ പ്ലസ് സോഫ്റ്റ്വെയർ ലെവൽ ഇംപ്ലിമെന്റേഷൻ ആണ്. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വെച്ചിട്ട് ഒരു കാരണവശാലും നമ്മുടെ ഗാലക്സി S25 അൾട്രയിൽ ഈ ഫീച്ചർ വരത്തില്ല. ഈ ഫീച്ചർ കേട്ടപ്പോൾ തന്നെ ചിലരുടെ മൈൻഡിൽ വന്ന് ചോദ്യമായിരിക്കും, എങ്കിൽ പിന്നെ ജസ്റ്റ് ഒരു പ്രൈവസി സ്ക്രീൻ ഔട്ട് ചെയ്യാൻ പോരെ, റൈറ്റ്? പക്ഷേ അത് പ്രോബ്ലം ഈസ്, ഒന്നാമത്തെ കാര്യം അതിൻ്റെ സ്ക്രീൻ ക്വാളിറ്റി നല്ല രീതിയിൽ കുറയും. രണ്ടാമത്തെ കാര്യം നമുക്കിപ്പോൾ ഒരാൾക്ക് ഷെയർ ചെയ്യണമെന്ന് വെച്ചാൽ പോലും ആൾ ആ സംഭവം കിട്ടും. പക്ഷേ ഇതിനകത്ത് നമുക്ക് അഡ്വാൻറ്റേജ് നമുക്ക് വേണമെങ്കിൽ ടേൺ ഓൺ ചെയ്യാം, വേണമെങ്കിൽ ടേൺ ഓഫ് ചെയ്യാം. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം. സോ യു ആർ വിത്ത് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, കുറേ പേര് സ്ട്രേഞ്ചേഴ്സ് ആണ്, കുറച്ച് പേര് ക്ലോസ് ആൾക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾക്കൊരു ഗൂഗിൾ പേ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യണം ആൻഡ് യു ആർ ഗോണ ടൈപ്പ് ദ പിൻ. യെസ്, ചുറ്റും ആൾക്കാരാണ്. സോ യു ഡോണ്ട് നീഡ് യുവർ പിൻ ടു റിവീൽ ടു അതേഴ്സ്. സോ അതാണ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ. സോ ആ ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആപ്പിൽ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സി ആ ആപ്പിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഏരിയ വേറെ ആർക്കും ചുറ്റുമുള്ള ഒരാൾക്ക് പോലും കാണാൻ പറ്റില്ല. സോ അങ്ങനെ നിങ്ങൾക്ക് ആപ്പ് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് കണ്ടീഷൻസ് ഫോർ ടേണിംഗ് ഓൺ എന്നൊരു ഓപ്ഷൻ കണ്ടോ, അത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പിൽ ആപ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊക്കെ ആപ്സിൽ വേണോ ആ ആപ്സിന് മാത്രമായിട്ട് സെലക്ട് ചെയ്യാം.
ഇനി ചിലപ്പോൾ നോട്ടിഫിക്കേഷൻസ്, OTP വരുന്ന നോട്ടിഫിക്കേഷൻസ്, OTP വരുന്ന ബാങ്ക് മെസ്സേജസ്, അതിനകത്ത് വേണമെങ്കിൽ മാത്രം തൊട്ട് താഴെ നോട്ടിഫിക്കേഷൻ പോപ്പപ്സിന് ഓപ്ഷൻ ഉണ്ട്. സോ അങ്ങനെ OTP വരുന്ന കേസിൽ മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ പിന്ന്, പാറ്റേൺ, പാസ്വേഡ് അടിക്കുന്ന സമയത്തും. ഡിസ്പ്ലേയിൽ ഒരു കിഡിൽ ഇന്നോവേഷൻ നമ്മുടെ iOS ഡിസ്പ്ലേ കാണാലോ അല്ലേ. ക്യാമറാസ് സെയിം ക്യാമറാസ് തന്നെയല്ലേ, പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. സോ ഇവർ നമ്മുടെ മെയിൻ ക്യാമറ 200 MBയുടെയും അതേപോലെ തന്നെ ടെലിഫോട്ടോ 50 MBയുടെയും അപ്പേർച്ചർ കുറച്ചിട്ടുണ്ട്. അപ്പേർച്ചർ കുറയ്ക്കാന്ന് വെച്ചാൽ കുറച്ചും കൂടെ ലൈറ്റ് ഉള്ളിട്ട് കിടത്തിട്ട് കുറച്ചും കൂടെ ബ്രൈറ്റർ ആയിട്ടുള്ള വീഡിയോസ്, എസ്പെഷ്യലി നൈറ്റ് എടുക്കുന്ന ഫോട്ടോസും നൈറ്റ് എടുക്കുന്ന വീഡിയോസും അതുപോലെ തന്നെ ഡേ ടൈമിൽ എടുക്കുന്നതാണെങ്കിലും കുറച്ചും കൂടെ ബ്രൈറ്റർ ആയിട്ടുള്ള ഔട്ടായിരിക്കും നമ്മുടെ S26 Ultra വരുന്നത്. അതുപോലെ തന്നെ നോയിസ് റിഡക്ഷൻ, നമ്മുടെ പുതിയ എഞ്ചിൻ വെച്ചിട്ട് നോയിസ് റിഡക്ഷൻ കുറച്ചും കൂടെ കുറവാണ്. 25 Ultra 200 MB മെയിൻ ക്യാമറ f1.7 ആയിരുന്നു. ആൻഡ് S26 Ultra വന്നപ്പോൾ അതിൻ്റെ അപ്പേർച്ചർ കുറച്ചിട്ട് f1.4 ആക്കിയിട്ടുണ്ട്. അത് S25 Ultra ടെലിഫോട്ടോ f3.4 നിന്ന് S26 Ultra വന്നപ്പോഴത്തേക്കും f2.98 ആക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ AI ഇമേജ് സിഗ്നൽ പ്രോസസർ ഈ തവണ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇത് കാരണം ഉണ്ടല്ലോ നമ്മുടെ ഹെയർ സ്ട്രാൻഡ്സ്, ഐബ്രോസ്, കളേഴ്സ് കുറച്ചും കൂടെ നാച്ചുറലും കുറച്ചും കൂടെ ക്രിസ്പായിട്ട് നമ്മുടെ ഗാലക്സി S26 Ultrയുടെ ഫ്രണ്ട് ക്യാമറാസ്, വീഡിയോസ് ആൻഡ് സെൽഫീസ്. നമ്മുടെ ഗാലക്സി S26 Ultrയിൽ സൂപ്പർ സ്റ്റഡി വിത്ത് ഹൊറിസോണ്ടൽ ലോക്ക് ഓൺ എന്നൊരു ഓപ്ഷൻ. ദാറ്റ് മീൻസ് നമ്മളിത് ഇങ്ങനെ കറക്കി വീഡിയോ എടുത്താൽ പോലും ആ ഔട്ട്പുട്ട് പക്ക സ്റ്റേബിൾ ആൻഡ് സ്ട്രെയിറ്റ് ആൻഡ് സ്റ്റേബിൾ ആയിരിക്കും. അതാണ് നമ്മുടെ സൂപ്പർ സ്റ്റഡി ഹൊറിസോൺ ലോക്ക് എന്ന് പറഞ്ഞൊരു മോഡ്. അത് നമുക്ക് QHD അറ്റ് 60 FPS വിത്ത് HDR നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് മാക്സിമം 8K അറ്റ് 30 FPS വരെയാണ് റെക്കോർഡിംഗ് പറ്റുക. സൂപ്പർ സ്റ്റഡി എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, സൂപ്പർ സ്റ്റഡി വിത്ത് ഹൊറിസോൺ ലോക്ക് ഇല്ല. S25 Ultrയിൽ സൂപ്പർ സ്റ്റഡി വിത്ത് ഹൊറിസോൺ ലോക്ക് എന്നൊരു ഓപ്ഷൻ ഇല്ല, സൂപ്പർ സ്റ്റഡി എന്നുള്ളൊരു മോഡ് മാത്രമേ ഉള്ളൂ. അത് കൂടാതെ നമുക്ക് ഗാലക്സി S25 Ultrയിൽ 8K അറ്റ് 30 FPS റെക്കോർഡിംഗ് പറ്റും, പക്ഷേ HDR ഓൺ ആക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഗാലക്സി S26 Ultrയിൽ 8K അറ്റ് 30 FPS വിത്ത് HDR റെക്കോർഡിംഗ് പറ്റും. നമ്മുടെ ഗാലക്സി S25 Ultra നമ്മൾ ലോഗിൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് LUT ഇപ്പോൾ അവൈലബിൾ അല്ല. പക്ഷേ നമ്മുടെ ഗാലക്സി S26 Ultrയിൽ നമുക്കിത് ലോഗിൻ എടുക്കുകയാണെങ്കിൽ നമുക്കിത് LUTs അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ ഗാലക്സി S26 Ultra ലോഗിൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് LUTs അവൈലബിൾ ആണ്. ആൻഡ്രോയിഡ്, ബ്ലോക്ക് ബസ്റ്റർ, കമ്മിങ് ഓഫ് ഏജ്, റൊമാൻസ്, ത്രില്ലർ. സോ നിങ്ങൾക്ക് പിന്നെ ഫസ്റ്റ് ലോഗിൽ എടുത്തിട്ട് പിന്നെ സിസ്റ്റത്തിൽ കയറ്റി പിന്നെ കളറേഡ് ചെയ്യാണ്ട് ഇവിടെ തന്നെ ഒരു കുറച്ചൊരു സെറ്റ് ഓഫ് ഡീഫോൾട്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദാറ്റ്. ആൻഡ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ് ടു ഹൈ എൻഡ് പ്രൊഫഷണൽ ഗ്രേഡ് യൂസേഴ്സ്, ഇതാണ് നമ്മുടെ ഗാലക്സി S25 Ultrയുടെ വീഡിയോ സെറ്റിംഗ്സ്. സോ ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നമ്മുടെ S26 Ultra. ദാറ്റ് മീൻസ് APV. And that's the APV കൊഡാക്ക്, അഡ്വാൻസ്ഡ് പ്രൊഫഷണൽ വീഡിയോ കൊഡാക്കാണ്. ദാറ്റ് യൂസേഴ്സിന് വേണ്ടിയുള്ളതാണ്. ആൻഡ് അതൊക്കെ എടുക്കുവാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള 16 GB 1 TB എടുത്തിട്ട് തന്നെ, കാരണം ഒരു മിനിറ്റൊക്കെ അപ്രോക്സിമേറ്റ്ലി 1.5 GB ക്ലോസ് ഉണ്ടാവും ഇതിനകത്ത് ആ ഒരു സെറ്റിംഗിലിട്ട് എടുത്തു കഴിഞ്ഞാൽ. സോ കീപ് ഇൻ മൈൻഡ് ദാറ്റ് തിങ്. സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 ഫോർ ഗാലക്സി ആണ് വരുന്നത്. ഒബ്വിയസ്ലി ഇംപ്രൂവ്മെന്റ്സ് നല്ല രീതിയിലുണ്ട്. NPU അത് 39% ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് വരുമ്പോൾ AI വെച്ചിട്ട് നല്ല രീതിയിലിട്ട് പണിയെടുപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ദാറ്റ് മീൻസ് നൗനെഡ്ജ് എന്നൊക്കെ പറഞ്ഞ സാധനം വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യണ അനുസരിച്ച് ഇപ്പോൾ ഐ ആം ഗോയിങ് ടു ബുക്ക് എ ക്യാബ് ആൻഡ് ഓർഡർ ഫുഡ് ഫ്രം ഇന്ന ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഓട്ടോമാറ്റിക്കായി ഡിറ്റക്ട് ചെയ്തിട്ട് അതനുസരിച്ച് ഔട്ട് വെച്ചിട്ട് ആപ്സിനെ കമ്പൈൻ ചെയ്ത് റൺ, ആ ലെവലൊക്കെ സാധനങ്ങൾ ഹൈ ആൻഡ് ഫാസ്റ്റർ. അപ്ഡേഷൻ വഴി S25 Ultra വരേണ്ടതാണ്, പക്ഷേ ഡെഫിനറ്റ്ലി സ്ലോവർ ആയിരിക്കും. ബിക്കോസ് 39% ഇംപ്രൂവ്ഡ് NPU ആണ് വരുന്നത്, 24% ഇംപ്രൂവ്ഡ് GPU ആൻഡ് 19% ഇംപ്രൂവ്ഡ് CPU. ദാറ്റ്സ് ഡെഫിനറ്റ്ലി ഇയർ ബൈ ഇയർ തന്നെയാണ്. ആൻഡ് മേജർ ഇംപ്രൂവ്മെന്റ് എനിക്ക് NPUനകത്താണ് ഫീൽ ചെയ്തത്. 17% ബൂസ്റ്റ് ആണ് നമുക്ക് നമ്മുടെ റേ ട്രേസിങ്ങിനൊക്കെ. ഈ അലുമിനിയം ആയത് കാരണം കുറച്ചുകൂടെ ഹീറ്റ് ഡിസ്പേഷൻ ഫാസ്റ്റ് ഒന്നും വേറൊരു കാരണങ്ങളുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള 6th generation വേപ്പർ ചേമ്പർ കൂളിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ ബെറ്റർ കൂളിംഗിന് വേണ്ടി അവർ ഇന്റേണൽ സ്ട്രക്ചർ കുറച്ചും കൂടെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ തെർമൽ ഇന്റർഫേസ് മെറ്റീരിയൽസ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ബാറ്ററിയിലാണ്. സോ ആ രണ്ടിനും 5000 mAh ആണ് ബാറ്ററി, പക്ഷേ ചാർജിങ് സ്പീഡാണ് ഇമ്പ്രൂവ് ആയേക്കണേ. S25 Ultra സൂപ്പർ ഫാസ്റ്റ് 2.0, ദാറ്റ് മീൻസ് 45 watt ആണ് സപ്പോർട്ട് ചെയ്യുക. വേഴ്സസ് നമ്മുടെ ഗാലക്സി S26 Ultra 60 watt ആണ്. ദാറ്റ് മീൻസ് 75% ഇൻ ജസ്റ്റ് 30 minutes. എക്സാമ്പിൾ നമ്മുടെ ഗാലക്സി S25 Ultra ആയിരുന്നെങ്കിൽ 50% അവൻ അപ്രോക്സിമേറ്റ്ലി ഒരു 25 minutes അറൗണ്ട് എടുക്കുമായിരുന്നു. സോ ഡെഫിനറ്റ്ലി ഫാസ്റ്റർ ഇൻ ടേംസ് ഓഫ് ദ ചാർജിങ് സ്പീഡ്. ഗാലക്സി S25 Ultra 15 watt വയർലെസ് ചാർജിങ് ഇപ്പോൾ
25 വാട്ട് വയർലെസ് ചാർജിങ് ആണ് നമ്മുടെ ഗാലക്സി S26 അൾട്രയ്ക്ക് വരുന്നത്. നമ്മുടെ നൗ ബ്രീഫ് ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ മെസ്സേജസിൽ നിന്ന് കണ്ടന്റ് എടുത്ത് നമ്മുടെ ഈ നൗ ബ്രീഫിൽ കൊണ്ട്, മീൻസ് ഇപ്പം നിങ്ങൾ യൂബർ 2 മണിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ യൂബർ ബുക്ക് ചെയ്തേക്കണ ക്യാബിൻ്റെ നമ്പർ, അത് ടൈം ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ലൊക്കേഷനൊക്കെ എടുത്തുകൊണ്ട് വന്ന് നൗ ബ്രീഫിൽ കാണിക്കും. അല്ലെങ്കിൽ ഒരു മൂവി ഇന്ന ടൈമിലുണ്ട്, അതൊക്കെ മെസ്സേജസിൽ നിന്ന് ഫെച്ച് ചെയ്തുകൊണ്ട് വന്നിട്ട് നമുക്ക് കാണിച്ചു തരും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സാംസങ് ഇൻ്റർനെറ്റ് കുറച്ചും കൂടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പെർപ്ലെക്സിറ്റിയും സാംസങ് ഇൻ്റർനെറ്റിനെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഔട്ട് വരുന്നത്. സോ ഔട്ട്പുട്ട് കുറച്ചും കൂടെ ഫാസ്റ്ററാണ്. സർക്കിൾ ടു സെർച്ച് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ലൈക്ക് തന്നെ ഒറ്റ സർക്കിളിൽ തന്നെ ഒരു പേഴ്സൺ ഇയറിങ്സ്, സ്പെക്സ്, ഡ്രസ്സ് ഒക്കെയാണ് ഒറ്റ സർക്കിൾ സെർച്ചിൽ ഇൻഡിവിജ്വലായിട്ട് സ്പെക്സ് ഇന്നത്, ഇയറിങ്സ് ഇന്നത്, ഷർട്ട് ഇന്നത് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഔൻ എഡ്ജ് എന്നൊരു സംഭവം. മീൻസ് നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക് AI ഉപയോഗിച്ചിട്ട് ഐ ആം ഗോയിങ് ടു സെൻഡ് ടുഡേ ബർത്ത്ഡേ ഫോട്ടോസ് നമ്മൾ ഗാലറിയിൽ നിന്ന് ആ ഫോട്ടോസ് എടുത്തുകൊണ്ട് വന്നിട്ട് സെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ കലണ്ടർ ഇവൻറ്റിൻ്റെ കാര്യങ്ങൾ. ഞാൻ അടുത്ത ആഴ്ച എനിക്ക് ഇന്ന ഇവൻറ്റിന് പോകണമല്ലോ എന്ന് പറയുമ്പോൾ ആ അടുത്ത ആഴ്ചത്തെ നെക്സ്റ്റ് വീക്കിലത്തെ കലണ്ടറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ചെയ്യുക. അങ്ങനത്തെ കുറച്ച് നെക്സ്റ്റ്. ദാറ്റ് വാസ് ദ ക്വിക്ക് കമ്പാരിസൺ ബിറ്റ്വീൻ ദ ഗാലക്സി S25 Ultra വേഴ്സസ് സാംസങ് ഗാലക്സി S26 Ultra. താങ്ക് യു. ഇനി നടക്കപ്പോരുത് യുദ്ധം.